പരിശുദ്ധ പിതാവ് പറയുന്നു, മനുഷ്യവംശം രണ്ട് തെരഞ്ഞെടുപ്പിന്റെ നിർണായകമായ സാധ്യതകളുടെ മുമ്പിൽ ഇന്ന് നിൽക്കുകയാണ്. മറ്റൊരു ബാബേൽ ഗോപുരം പണിതുയർത്തണമോ, അതോ ദൈവത്തിനും മനുഷ്യവംശത്തിനും ഒരുപോലെ വസിക്കാൻ പറ്റുന്ന ഒരു നഗരം പണിയണമോ എന്നുള്ള തെരഞ്ഞെടുപ്പിന്റെ സാധ്യതയാണ് മനുഷ്യന്റെ മുമ്പിലുള്ളത്. ഈ ആമുഖവാചകങ്ങളോടെയാണ് നിർമ്മിത ബുദ്ധിയുടെ, അത് മനുഷ്യ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഈ ചാക്രിക ലേഖനം ആരംഭിക്കുന്നത്. മാഗ്നിഫിഷ്യന്റ് ഹ്യൂമാനിറ്റി എന്ന ഈ ചാക്രിക ലേഖനം മെയ് മാസം 25 തീയതിയാണ് പുറത്തിറക്കുന്നതെങ്കിലും അതിന് ഒപ്പിടുന്ന ദിവസമായി മാർപ്പാപ്പ തിരഞ്ഞെടുത്തത് മെയ് മാസം 15 തീയതിയായിരുന്നു. വളരെ ചരിത്രപരമായ ഒരു സാങ്കത്യമുണ്ട് ആ ഒരു തീയതിയുടെ തെരഞ്ഞെടുപ്പിന്. 135 വർഷങ്ങൾക്ക് മുമ്പ് 1891 മെയ് മാസം 15 തീയതിയാണ് സഭയുടെ സാമൂഹിക പ്രബോധന രേഖയിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം ഭാഗ്യസ്മരണാർഹനായ ലയോ 13 മാർപ്പാപ്പ പുറത്തിറക്കിയത്. ലയോ 13 മാർപ്പാപ്പയുടെ സാമൂഹിക സംവേദനക്ഷമതയുടെ ഒരു തുടർച്ച തന്റെ അജപാലന ശുശ്രൂഷയിലും ഉണ്ടാകുമെന്നുള്ളത് ലയോ 14 എന്ന പേര് സ്വീകരിച്ചപ്പോൾ തന്നെ റോബർട്ട് പ്രവോസ്റ്റ് ലോകത്തോട് മുഴുവനും പറഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. വ്യാവസായിക വിപ്ലവത്തെ തുടർന്ന് തൊഴിലാളികൾ നേരിട്ട ചൂഷണങ്ങളെക്കുറിച്ചും സാമൂഹിക അസമത്വത്തെക്കുറിച്ചുമായിരുന്നു റേരും നൊവാരും സംസാരിച്ചത്.